മനുഷ്യന്റെ നിലവിലുള്ള അറിവനുസരിച്ച് ജീവൻ എന്ന അത്ഭുതകരമായ പ്രതിഭാസം നിലനിൽക്കുന്ന ഒരേയൊരു സ്ഥലം ഭൂമിയാണ്. ഈ സവിശേഷത മാറ്റിവെച്ചാലും ഭൂമി നിരവധി അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. കോറൽ റീഫ്സ് പവിഴപ്പുറ്റുകൾ നിറഞ്ഞതും 2000 കിലോമീറ്റർ വരെ വ്യാപിച്ചുകിടക്കുന്നതുമായ ഒരു സ്ഥലമാണിത്. ബഹിരാകാശത്ത് നിന്ന് കാണാൻ കഴിയുന്ന ഭൂമിയിലെ ഒരേയൊരു ജീവജാല ഘടനയാണിത്. ഭൂമിയുടെ രൂപം. ഭൂമിയുടെ ചിത്രങ്ങൾ പൂർണ്ണമായും വൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത്. എന്നിരുന്നാലും വാസ്തവത്തിൽ ഭൂമിക്ക് വൃത്താകൃതിയിലുള്ള ആകൃതിയില്ല. ഒരു ജിയോയിഡിന്റെ ആകൃതിയിലാണ്. ഭൂമിയുടെ അതിവേഗ ഭ്രമണം മൂലമാണ് ഈ ആകൃതി രൂപപ്പെട്ടത്. സ്വർണം. ഭൂമിയിലെ സ്വർണ്ണ നിക്ഷേപത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. ഇതിനായി മനുഷ്യർ ഇപ്പോഴും നിരവധി ഖനികൾ കുഴിക്കുന്നു. എന്നാൽ സമുദ്രങ്ങളിൽ ഖനനം ചെയ്യാൻ അനുവദിക്കാത്ത രൂപങ്ങളിൽ നമുക്ക് ചുറ്റും സ്വർണം നിലനിൽക്കുന്നു. ഭൂമിയുടെ സമുദ്രങ്ങളിൽ ഏകദേശം 20 ദശലക്ഷം ടൺ സ്വർണമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. പക്ഷേ അവ സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്നില്ല. അവ വെള്ളത്തിൽ തന്നെ സമൃദ്ധമായി സ്ഥിതി ചെയ്യുന്നു. ഭൂമിയിൽ മഴ ലഭിക്കാത്ത സ്ഥലങ്ങളുണ്ടോ? ഇത് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം വന്നത് സഹാറ മരുഭൂമിയായിരിക്കാം. പക്ഷേ സഹാറയിൽ മഴ ലഭിക്കുന്നു. അവിടെ എല്ലാ വർഷവും ഏകദേശം 1 ഇഞ്ച് മഴ ലഭിക്കുന്നു. എന്നിരുന്നാലും ഭൂമിയിൽ വർഷങ്ങളായി മഴ ലഭിക്കാത്ത ഒരു സ്ഥലമുണ്ട്, അന്റാർട്ടിക്ക. ഞാൻ അത് വർഷങ്ങളാണെന്ന് പറഞ്ഞെങ്കിലും വർഷങ്ങളുടെ എണ്ണം അല്പം കൂടുതലാണ്. അവിടെ മഴ പെയ്തിട്ട് 2 ദശലക്ഷം വർഷങ്ങളായി. അറിയപ്പെടുന്ന പ്രപഞ്ചത്തിൽ ജീവന്റെ പ്രതിഭാസം നിലനിൽക്കുന്ന ഒരേയൊരു സ്ഥലം ഭൂമിയാണ്. ഭൂമിയിൽ ജീവൻ എങ്ങനെ രൂപപ്പെട്ടുവെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിലും പ്രപഞ്ചത്തിൽ ജീവന്റെ പ്രതിഭാസം വളരെ അപൂർവമാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഭൂമിയിലെ നിരവധി മൂലകങ്ങൾ ഒത്തുചേർന്നതുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായത്.